നമസ്കാരം. സ്വന്തം കാമുകിയെ അല്ലെങ്കിൽ സുഹൃത്തിനെ അല്ലെങ്കിൽ ഭാര്യയെ കൊല്ലുന്ന ക്രൂരന്മാരായ പുരുഷന്മാരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിക്കുകയാണ്. ഒരാൾക്ക് തന്നോട് അടുപ്പം പുലർത്താൻ ആഗ്രഹമില്ലെന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്തത് എന്താണ്? ഒരാളുടെ ജീവിതം അവസാനിപ്പിക്കാൻ അതൊരു മതിയായ കാരണമായി തോന്നുന്നില്ല. ഒരാളിൽ നിന്ന് ഒരു സഹായം ലഭിച്ചാൽ അതിനർത്ഥം ആയുഷ്കാലം മുഴുവൻ അയാളുടെ അടിമയാകാമെന്നോ അയാളുടെ ഇംഗിതത്തിന് വഴങ്ങാമെന്നോ ആണോ? സമീപകാലത്ത് മലയാളികളുള്ള ഇടങ്ങളിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ മലയാളിയുടെ മാനസികാരോഗ്യത്തെക്കുറിച്ച് പൊതുവായ ചില സംശയങ്ങളൊക്കെ ഉയർന്നുണ്ട്. ആശുപത്രിയിൽ തന്നെ ചികിത്സിച്ച ഡോക്ടറെ കുത്തിമലർത്തുന്നു, പ്രണയം നിരസിച്ച കാമുകിയെ ആശ്രയിച്ച് ആക്രമിക്കുന്ന കാമുകൻ, തിരക്കുള്ള ബസ്സിൽ സ്ത്രീകളുടെ മുൻപിൽ നഗ്നത പ്രദർശിപ്പിക്കുന്ന ചെറുപ്പക്കാരൻ, ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ട് സ്വന്തം അമ്മയെ വരെ കൊല്ലുന്ന മകൻ. ഇത്തരമൊക്കെ വാർത്തകൾ വായിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും മനസ്സിൽ ഒഴിയാത്ത ആശങ്കകളൊക്കെ നിറയും. ഏറ്റവും ഒടുവിലായി മലയാളി യുവതിയെ ദുബായിലെ ഫ്ളാറ്റിൽ വെച്ച് മൃഗീയമായി സുഹൃത്ത് കൊലപ്പെടുത്തിയ വാർത്തയും ഞെട്ടിച്ചിരിക്കുകയാണ്. അതും വിവാഹം കഴിക്കാൻ ഇരുവരും തീരുമാനിച്ചിട്ടും വീട്ടുകാർക്ക് ഈ ബന്ധം ഇഷ്ടമല്ലെന്ന് പറഞ്ഞതിന്റെ പേരിൽ. ദുബായിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജീവനക്കാരിയായ വിതുര ബോണക്കാട് സ്വദേശിനി ആനിമോൾ ഗിൽഡയുടെ മരണത്തിൽ സുഹൃത്ത് കഴിഞ്ഞ ദിവസമാണ് പിടിയിലായത്. അബുദാബിയിലെ ആശുപത്രി ജീവനക്കാരനായ തിരുവനന്തപുരം സ്വദേശി അബിൻലാൽ മോഹൻലാലാണ് പിടിയിലായത്. നാട്ടിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ ദുബായ് വിമാനത്താവളത്തിൽ നിന്നാണ് ഈ പ്രതിയെ പിടികൂടിയത്. കരാമയിൽ ഈ മാസം ആദ്യമായിരുന്നു സംഭവം. ജയകുമാറിന്റെ ഗിൽഡയുടെ മകളാണ് 26-കാരിയായ ആനിമോൾ ഗിൽഡ. സമൂഹമാധ്യമത്തിലൂടെയാണ് ആനിമോളും ഈ യുവാവും തമ്മിൽ പ്രണയത്തിലായത്. ആനിമോളെ യുഎയിലേക്ക് എത്തിച്ചത് ഇയാളാണെന്നാണ് സുഹൃത്തുക്കൾ വെളിപ്പെടുത്തുന്നത്. 1.5 വർഷം മുൻപ് യുഎയിലെത്തിയ ആനിമോൾ ക്രെഡിറ്റ് സെയിൽസ് സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു. ഈ കൊലപാതകം നടന്നതിന് തൊട്ടു മുൻപുള്ള ദിവസം ആനിമോളെ കാണാനായി ഈ പ്രതി അബുദാബിയിൽ നിന്ന് ദുബായിൽ എത്തിയിരുന്നു. പിന്നാലെയാണ് യുവതിയുടെ മൃതദേഹം താമസ സ്ഥലത്ത് സുഹൃത്തുക്കൾ കണ്ടെത്തിയത്. ഇവർക്കിടയിലെ അഭിപ്രായ വ്യത്യാസവും തർക്കവും ഈ കൊലപാതകത്തിലേക്ക് നയിച്ചു എന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത്. ആനിമോളുടെ മരണം കൊലപാതകമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചെങ്കിലും ഇതിന്റെ വിശദാംശങ്ങളൊന്നും ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. സംഭവശേഷം ഇന്ത്യയിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ച ഈ പ്രതിയെ ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിച്ചിരുന്ന ക്യാമറ ഉപയോഗിച്ചാണ് തിരിച്ചറിഞ്ഞതും പോലീസ് അറസ്റ്റ് ചെയ്തതും. കരമായ മത്സ്യ മാർക്കറ്റിന്റെ പിൻവശത്തെ കെട്ടിടത്തിലെ ഫ്ളാറ്റിൽ ഷെയറിംഗ് മുറിയിലായിരുന്നു ആനിമോൾ സുഹൃത്തുക്കൾക്കൊപ്പം താമസിച്ചിരുന്നത്. അബുദാബിയിൽ നിന്ന് ആനിമോളെ കാണാനായി എല്ലാ ഞായറാഴ്ചയും അബിൻലാൽ ഇവിടെ വരാറുണ്ടായിരുന്നു. സംഭവ ദിവസം വൈകിട്ടും കൂട്ടുകാരോടൊത്ത് ചായ കുടിച്ച ശേഷം ഇരുവരും ബാൽക്കണിയിൽ വെച്ച് വഴക്കുണ്ടാവുകയും പെട്ടെന്ന് ആനിമോളെ കൂട്ടി അബിൻലാൽ മുറിയിലേക്ക് കയറുകയും വാതിലടയ്ക്കുകയുമായിരുന്നു. പെട്ടെന്നായിരുന്നു ആനിമോളുടെ നിലവിളി സുഹൃത്തുക്കൾ കേട്ടത്. ഇവരൊക്കെ ഇവിടേക്ക് ഓടിക്കൂടി എത്തിയപ്പോഴേക്കും അബിൻലാൽ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടുന്ന കാഴ്ചയായിരുന്നു. കുത്തേറ്റ് ചോര വാർന്ന് പിടയുന്ന ആനിമോളെയാണ് പിന്നീട് സുഹൃത്തുക്കൾ കണ്ടത്. ഉടൻ തന്നെ ഇവർ പോലീസിൽ വിവരം അറിയിക്കുകയും അബിൻലാലിന്റെ ഫോട്ടോ കൈമാറുകയും ചെയ്തു. തുടർന്നായിരുന്നു ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പിന്നീട് ഇയാൾ പോലീസിനോട് കുറ്റം സമ്മതിക്കുകയായിരുന്നു. കൊല്ലം കൊട്ടാരക്കരയിൽ വാടക വീട്ടിൽ താമസിക്കുന്ന അമ്മ ഗിൽഡയുമായി ആനിമോളുടെ അച്ഛൻ വർഷങ്ങൾക്ക് മുൻപേ ബന്ധം ഏർപ്പെടുത്തുകയായിരുന്നു. ദുബായിലെ ഒരു സ്വകാര്യ ഫിനാൻഷ്യൽ കമ്പനിയിൽ ക്രെഡിറ്റ് കാർഡ് വിഭാഗത്തിൽ ജീവനക്കാരിയായിരുന്ന ആനിമോളെ ഏതാണ്ട് 1 വർഷം മുൻപ് അബിൻലാൽ ഇവിടേക്ക് കൊണ്ടുവരികയായിരുന്നു. ആനിമോളെ വിവാഹം കഴിക്കാനുള്ള തീരുമാനത്തിലായിരുന്നു അബിൻലാൽ എന്ന് സുഹൃത്തുക്കൾ പറഞ്ഞു. പക്ഷേ ആനിമോളുടെ വീട്ടുകാർക്ക് ഈ ബന്ധം ഇഷ്ടമല്ലായിരുന്നുവെന്നും മറ്റൊരാളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നുവെന്നും പറയുന്നുണ്ട്. ഇതേ തുടർന്നുള്ള വാക്കുതർക്കമായിരിക്കാം ഈ ഒരു കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് സംശയിക്കുന്നത്. എന്നാൽ കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. കേസ് അന്വേഷണം പൂർത്തിയായി വരികയാണ്. ദുബായ് പോലീസ് മോർച്ചറിയുള്ള ആനിമോളുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികളൊക്കെ സാമൂഹിക പ്രവർത്തകൻ സലാം പാപ്നേശ്വരിയുടെ നേതൃത്വത്തിൽ പൂർത്തിയാക്കിയിരുന്നു. കൊലപാതകത്തിൽ വിശദമായ അന്വേഷണം തുടരുകയാണെന്നാണ് വിവരം. 1.5 വർഷം മുൻപ് യുഎയിലെത്തിയ ആനിമോൾ ക്രെഡിറ്റ് സെയിൽസ് സ്ഥാപനത്തിലാണ് ജോലി ചെയ്തു വന്നിരുന്നത്. കൊലപാതകം നടക്കുന്നതിന് തൊട്ടു മുൻപുള്ള ദിവസം ആനിമോളെ കാണാനായി ഈ പ്രതി അബുദാബിയിൽ നിന്ന് ദുബായിലേക്ക് എത്തുകയായിരുന്നു. പിന്നാലെയാണ് മൃതദേഹം താമസ സ്ഥലത്ത് കണ്ടെത്തിയത്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടക്കുന്നു. ദിവസങ്ങൾക്ക് മുൻപായിരുന്നു കുവൈറ്റിൽ നിന്ന് മലയാളി നഴ്സ് ദമ്പതികളുടെ മരണവാർത്തയും പുറത്തു വന്നത്. ഇതിന് പിന്നാലെയാണ് മലയാളികളെ നടുക്കി ആനിമോൾ ഗിൽഡയുടെ മരണവാർത്തയും പുറത്തു വന്നത്. ജീവിതം കരുപിടിപ്പിക്കാനായി ഓസ്ട്രേലിയയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിനെയായിരുന്നു നഴ്സ് ദമ്പതികൾ കുവൈറ്റിൽ ദാരുണമായി മരിച്ചത്. ഏറെ ആശിച്ചു വെച്ച മണ്ഡലത്തെ വീട്ടിൽ അവസാനമായി അവർ ജീവനെത്തിയപ്പോൾ ഒരു നോക്ക് കാണാനായി നിരവധി പേരായിരുന്നു ആ വീട്ടിലേക്ക് ഒഴുകിയെത്തിയത്. പരസ്പരം ആക്രമിക്കുമ്പോൾ നാട്ടിലെ 2 കുരുന്നുകളെക്കുറിച്ച് അവർ ചിന്തിച്ചിരുന്നില്ല. ഇതുപോലെ തന്നെയാണ് ആനിമോൾ ഗിൽഡയെ കൊലപ്പെടുത്തുമ്പോഴും നാട്ടിലേക്കുള്ള കുടുംബത്തെക്കുറിച്ചോ അവരുടെ ഭാവി ജീവിതത്തെക്കുറിച്ചോ ഒരിക്കൽ പോലും ഇയാൾ ചിന്തിച്ചില്ല. കുവൈറ്റിലെ മലയാളി നഴ്സ് ദമ്പതികളായിക്കോട്ടെ ഒരാഴ്ച മുമ്പായിരുന്നു നാട്ടിൽ നിന്ന് ചിരിച്ചുകൊണ്ട് യാത്ര പറഞ്ഞു പോയത്. തൊട്ടു പിന്നാലെ ദിവസങ്ങൾക്ക് ശേഷം അവർക്ക് മുൻപിലെത്തിയത് ജീവനറ്റ് കിടക്കുന്ന ആ ശരീരങ്ങളായിരുന്നു.
ഈ മരണവാർത്ത പോലും അറിയാതെ അമ്മയുടെ വീട്ടിൽ നിന്ന് അച്ഛന്റെ വീട്ടിലേക്ക് കളിച്ചിരിയോടെ ഓടിയെത്തിയ മക്കളുടെ സന്തോഷം ദുഃഖത്തിലേക്ക് വഴിമാറിയത് നിമിഷനേരം കൊണ്ടായിരുന്നു. രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തിയ ശേഷം ഇരുവരും തമ്മിൽ തർക്കമുണ്ടായതായാണ് സൂചന. തുടർന്ന് സൂരജ് ബിൻസിയെ കുത്തിക്കൊലപ്പെടുത്തിയ ശേഷം ജീവനൊടുക്കിയെന്നാണ് റിപ്പോർട്ട്. ഈസ്റ്റേൺ മണ്ഡലത്തെ വീട്ടിൽ സൂരജും അമ്മയും ഒത്തുകൂടിയതാണ്. അവധിയില്ലാത്തതിനാൽ ബിൻസി നേരത്തെ തന്നെ പോയി. സൂരജ് ഒരാഴ്ച പിന്നിട്ടിട്ട് ഇവിടെ നിന്ന് മടങ്ങുകയായിരുന്നു. പക്ഷേ ഇവരുടെ ദാമ്പത്യ ബന്ധം താളം തെറ്റിയിട്ട് മാസങ്ങളായി എന്നാണ് കുവൈറ്റിലെ അയൽക്കാർ പറഞ്ഞത്. സൂരജിനെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട സാമ്പത്തിക ശേഷിയുള്ള വീട്ടിലെ യുവതി തന്നെയായിരുന്നു ബിൻസി. നഴ്സിംഗ് പഠനശേഷം ഡൽഹിയിലെ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് ഈ ഒരു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സൂരജിനെ തന്റെ ശമ്പളം കൊണ്ട് ബിൻസി BSc നഴ്സിംഗ് പഠിപ്പിച്ചത്. പിന്നീട് വീട്ടുകാരുടെയൊക്കെ എതിർപ്പ് അവഗണിച്ചു തന്നെ സൂരജിനെ ദീർഘകാല പ്രണയത്തിനൊടുവിൽ ബിൻസി ഭർത്താവായി സ്വീകരിച്ചു. വിദേശത്തേക്ക് പോകുമ്പോൾ സൂരജിനെയും ഒപ്പം കൂട്ടാനായിരുന്നു BSc നഴ്സിംഗ് പഠിച്ചത്. ഇതിനിടെ ബിൻസിക്ക് കുവൈത്തിൽ ഡിഫൻസിൽ സ്റ്റാഫ് നഴ്സ് ജോലി ലഭിച്ചു. വിവാഹം കഴിഞ്ഞ് കുവൈത്തിലേക്ക് സൂരജിനും ഒപ്പം കൂട്ടി. പെട്ടെന്ന് ദേഷ്യം വരുന്ന പ്രകൃതക്കാരനായിരുന്നു സൂരജ്. പക്ഷേ ബിൻസി അതെല്ലാം ക്ഷമിച്ചു. പിന്നീട് സാമ്പത്തികമായി മെച്ചപ്പെട്ടതോടെ ബിൻസിക്ക് മേലെയാണ് താൻ എന്ന് വരുത്താനുള്ള ശ്രമത്തിലായി സൂരജ്. പിന്നീട് സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ വന്നു തുടങ്ങി. കുവൈറ്റിൽ ഒരു കുടുംബത്തിന് ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന സാമ്പത്തിക ഭദ്രതയുള്ളതായിരുന്നു ഇവരുടെ കുടുംബം. ഈ നിലയിലേക്ക് കുടുംബം എത്തിയത് ബിൻസിയുടെ കഠിനാധ്വാന ഫലമായിരുന്നു. എന്നാൽ സൂരജിന്റെ പെട്ടെന്നുള്ള ദേഷ്യവും പിടിവാശിയും എല്ലാം തകർത്തുവെന്നാണ് അടുപ്പമുള്ളവർ പറയുന്നത്. ബിൻസിക്കൊപ്പം ജോലി ചെയ്യുന്ന ഒരു നഴ്സിന്റെ സുഹൃത്താണെന്ന നിലയിൽ ഒരു ശബ്ദ സന്ദേശവും പുറത്തു വന്നിരുന്നു. അതിൽ പറയുന്നത് ബിൻസിക്കൊപ്പം ജോലി ചെയ്തിരുന്ന മുകേഷ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുമായി ഇവർ തമ്മിൽ അടുപ്പത്തിലായിരുന്നു. ഇത് സൂരജിന് അറിയാമായിരുന്നു. കൂടാതെ സൂരജ് ഇയാൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഈ അടുപ്പം പാടില്ല എന്ന്. ഇത് നിർത്തിക്കോളാനും പറഞ്ഞിരുന്നു. പക്ഷേ ഇത് ചെവിക്കൊണ്ടില്ല എന്നാണ് ഇതിൽ പറയുന്നത്. ഈ ബന്ധം ഇവർ തുടർന്നു. കൂടാതെ നാട്ടിൽ മക്കളെയാക്കി ബിൻസി നേരത്തെ തന്നെ കുവൈറ്റിലേക്ക് എത്തുന്നു. എയർപോർട്ടിൽ വിളിക്കാൻ വന്നതും തിരിച്ചു കൊണ്ടാക്കിയതും ഇയാളാണെന്നാണ് ഈ ഒരു വോയിസിൽ പറയുന്നത്. വീണ്ടും ഈ ബന്ധം തുടർന്നതിനാൽ പ്രകോപിതനായി ഈ ഒരു കൊലപാതകം നടന്നുവെന്നാണ് ഈ ശബ്ദ സന്ദേശത്തിൽ പറയുന്നത്. കൂടാതെ ഈ കൊലപാതകം നടത്തിയ ശേഷം ബിൻസിയുടെ ചോരയിൽ കുളിച്ച ചിത്രം ഇയാൾക്ക് അയച്ചു നൽകിയിരുന്നു. പക്ഷേ ഇത് ഇയാൾ കണ്ടത് അടുത്ത ദിവസമാണ്. ഉടൻ തന്നെ ഇയാൾ തന്നെയും കൊല്ലുമെന്നുള്ള സന്ദേശമൊക്കെ കണ്ടുകൊണ്ട് സുഹൃത്തുക്കൾക്കരികിലേക്ക് ഓടിയെത്തുന്നു. അപ്പോൾ സുഹൃത്തുക്കളോട് ആശങ്ക പങ്കുവെക്കുകയാണ് തന്നെയും കൊലപ്പെടുത്തുമോ എന്നൊക്കെ. ഇയാൾക്ക് ബിൻസിയുമായി മാത്രമല്ല നിരവധി സ്ത്രീകളുമായി അടുപ്പമുണ്ടെന്നും ഈ ഒരു ശബ്ദ സന്ദേശത്തിൽ പറയുന്നുണ്ട്. കൃത്യമായി ഈ ദമ്പതികളുടെ മരണത്തിന് കാരണമായി മാറിയത് എന്താണ് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് ഇതുവരെ എത്താൻ സാധിച്ചിട്ടില്ല. എന്തായാലും സാമ്പത്തികമായ പ്രശ്നമല്ല എന്ന് പോലീസ് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. കൃത്യമായ CCTV ദൃശ്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട ചില നിർണായക തെളിവുകളും ലഭിച്ചുവെന്നാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.